ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ ഉണ്ടാക്കിയിട്ട് അധികം പേർക്കും ശരിയാവാത്ത ഒരു ഫുഡ് ഐറ്റമാണ് ഉപ്പുമാവ് എന്നുള്ളത്. അതായത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും ഉപ്പുമാവ് അധികം ഇഷ്ടമില്ലാത്തത്. എപ്പോഴും എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഉപ്പുമാവ് അധികം കുഴഞ്ഞു പോയി, അല്ലെങ്കിൽ ഉപ്പുമാവ് ഡ്രൈ ആയി, അല്ലെങ്കിൽ അധികം ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ് എന്നൊക്കെ. ശരിക്കും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ കറക്റ്റ് അളവിൽ വെള്ളവും നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള സബോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് നെയ്യിട്ട് കൊടുക്കും. അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള നെയ്യ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നമുക്ക് പശു നെയ്യൊക്കെ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യണ്ട, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം നെയ്യ്ക്ക് പകരം. പക്ഷെ നെയ്യാണ് ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുക. അപ്പം നെയ്യ് ഇവിടെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നും പരിപ്പാണ്. അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു സബോള, ചെറിയ സബോള ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില 2 തണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സബോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തു. പിന്നീട് ഉപ്പ് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മുരിയൊന്നും വേണ്ട, പച്ചമണൊന്ന് മാറിയാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അതൊരു സെപ്പറേറ്റ് പാനിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ റവയുടെ ഇരട്ടി വെള്ളമായിട്ട് 4 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കറക്റ്റ് അളവാണ്. അപ്പോൾ ഉപ്പുമാവ് അധികം കുഴയാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ സബോള ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അധികം കരിയണ്ട, ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അധികം കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് 2 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ്. നമ്മളിപ്പോൾ റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന റവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് ഇട്ടിട്ട് കളർ ചേഞ്ച് ആവുന്ന വരെ റോസ്റ്റ് ഒന്നും ചെയ്തെടുക്കണ്ട. ഈ നെയ്യും സബോളയും ഈ റവേൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണ വരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ ചൂടാക്കാൻ വെച്ച വെള്ളം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റവയുടെ ഇരട്ടി വെള്ളം തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത വശം തന്നെ നമുക്ക് ഓൾറെഡി റവയും വെള്ളം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ നമുക്ക് ഈ വെള്ളം വറ്റി വരും. അതിനധികം സമയമൊന്നും എടുക്കില്ല. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 1 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വയ്ക്കും. ഇത് മീഡിയം ഫ്ലെയിമൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഡ്രൈ ആയി പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ 3-4 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു 1/4 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് നെയ്യ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി നല്ല സോഫ്റ്റ് ഉപ്പുമാവായിട്ട് കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവായിട്ട് നമുക്ക് കിട്ടും.